ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് തിളങ്ങി നിന്നൊരു താരമാണ് നമ്മുടെ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. റാണിയക്ക എന്നാണ് പല യൂട്യൂബേഴ്സ് അല്ലെ പല ആൾക്കാരും നമ്മുടെ റാണി ചേച്ചിയെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ മെയിൻ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക യൂട്യൂബേഴ്സിന്റെയും വീഡിയോയുടെ താഴെ പോയിട്ട് ബാഡ് കമന്റ് ഇടുക. അതായത് ബാഡ് കമന്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപരാധമാണ്, വൃത്തികേടുകൾ കമന്റ് ആക്കി ഇടുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ഇവർ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ചാനലാണ് വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഒരു ഭാര്യയും ഭർത്താവുണ്ട്. അതായത് അപ്പൂസു കുഞ്ഞൂസ്, അവരുടെ പേര് അമൽ സുകന്യ എന്നാണ്. അപ്പൊ അവരുടെ ഒരു 1-2 വർഷമായിട്ട് അവരുടെ വീഡിയോയുടെ താഴെ പോയിട്ട് സ്ഥിരമായിട്ട് നെഗറ്റീവ് കമന്റ്, തെറിയും വൃത്തികേടുകളൊക്കെ എഴുതി കമന്റ് ആയിട്ട് ഇടുന്നതാണ് ചേച്ചിയുടെ മെയിൻ പരിപാടി. അങ്ങനെ 1-2 ഒരുപാട് ആൾക്കാർ ഇപ്പൊ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചേച്ചി സ്ഥിരം പോയിട്ട് ഇങ്ങനെയുള്ള ബാഡ് കമന്റ് ഒക്കെ ഇടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ നമ്മുടെ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന അവര് കഴിഞ്ഞ ദിവസം അവരുടെ നമ്മുടെ റാണിയക്കയുടെ വീട്ടിൽ തിരക്കി ചെന്നു, റാണിയക്കയുടെ നാട്ടിലൊക്കെ തിരക്കി ചെന്നു. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കുറച്ച് ദിവസം നമ്മുടെ റാണിയക്ക സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ റാണിയക്ക എന്നിട്ടും റാണിയക്ക് ഒരു മാറ്റമില്ല. കാരണം അവരവിടെ തിരക്കി ചെന്നു, ഇങ്ങനെ പരാതി കൊടുക്കാനാണ്. അപ്പൊ അഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെന്നത്. അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ മോളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മോള് സ്ഥലം അവർ ജോലി ചെയ്യുന്ന ഒരു കടയിലാണ്. ആ കട പറഞ്ഞു കൊടുത്തു. അവിടെ ചെന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചാണ്. എന്നിട്ട് പോലും അവർക്ക് ശകലം പോലും പേടിയില്ലാതെ അവർ വീണ്ടും ആ ഒരു കമന്റ് ഇടുന്ന രീതി അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞൂസും അപ്പൂസും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ റാണിയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുള്ള കുറച്ചൊരു സീനുണ്ട്. അത് നമ്മുടെ അവർ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന അവരുടെ ചാനലിൽ തന്നെ അവർ ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും അതിന്റെ ഒരു കുറച്ചൊരു ഭാഗമുണ്ട്, അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിൽ നമ്മുടെ റാണിയൊക്കെ പോലീസുകാരോട് സംസാരിക്കുന്ന ഒരു രീതിയെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ വേറൊരാളുടെ കാര്യത്തിൽ ഒരാളുടെ ഫാമിലിയിലോ അവരുടെ പ്രൊഫൈലോ ചെന്നിട്ട് കമന്റ് ഇടാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? നമ്മൾ അവരുടെ പ്രൊഫൈലിൽ ചെന്ന് അവരുടെ ജീവിത കാര്യത്തിൽ അറിയേണ്ട കാര്യം എന്താണ്? എന്താ ജോലി എന്താ എന്ത് ജോലി വല്ലതുണ്ടോ? ജോലിയാണ്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ ഭർത്താവ് പട്ടാളക്കാരന്റെ ഭാര്യ പരിപാടിയാണ്. വേറെ ആരൊക്കെയുണ്ട് കമന്റ് ചെയ്യുന്നത്? ഒരു ചാനലാണ്. അതൊരു 10-200 ഗ്രൂപ്പ് ചേർന്ന് ഇരുന്നിട്ട് നമ്മളെ സിനിമ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഇവരെ 2 വർഷം അറിയില്ല കുറെ നമ്മൾ എത്ര ദിയ സെബാസ്റ്റ്യൻ എന്നാണ് ശരിക്കുള്ള പേര്. അവരുടെ പേര് ദിയായാണ്, മീനാണെന്നല്ലാതെ എനിക്ക് വേറെ കാര്യമൊന്നും എനിക്ക് അറിയാമെങ്കിലാണ് ഇതിലോട് പറഞ്ഞത്. അപ്പൊ കണ്ടല്ലോ, നമ്മുടെ റാണിയൊക്കെ പറയുന്നുണ്ട്, ഞാൻ എന്താ പറയാ, എനിക്കൊരു മോളാണ് ഉള്ളത്, അതുപോലെ തന്നെ എന്താ ഞാനൊരു പലചരക്ക് കടയിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. പോലീസുകാർ ചോദിക്കും, നിന്റെ പണി എന്താണ്, നിന്റെ ഭർത്താവ് എവിടെയാണ്, നിനക്ക് എന്താണ് എന്ത് അധികാരമാണ് അല്ലെങ്കിൽ എന്ത് റൈറ്റ്സ് ആണുള്ളത്, മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ പോയിട്ട് ഇതുപോലെ ബാഡ് കമന്റ് ഇടാൻ എന്ത് റൈറ്റ്സ് ആണൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിച്ച് പോലീസുകാർ നല്ല രീതിയിൽ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. നമ്മളിപ്പോ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യും, നെഗറ്റീവ് കമന്റ് ഒക്കെ സർവ്വസാധാരണമാണ്. അത് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് സ്ഥിരം നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് നമ്മളെ ബാഡ് കമന്റ് ഇടുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു ഏർപ്പാടല്ല. ഈ പറയുന്ന റാണിയൊക്കെ എനിക്കും എന്റെ വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ റാണിക്ക് സ്ഥിരമായിട്ട് പോയി കമന്റ് ഇടുന്ന ഒരുപാട് ചാനലുകളുണ്ട് കേട്ടോ. അവരൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഈ പേര് ഈ ആളെ ആർക്കും അറിയില്ല. കാരണം ഈ ഒരു പേരില് കമന്റുകൾ വരും. അപ്പൊ നമ്മുടെ ദീപ്തി ടീച്ചറാണ്, അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ദീപ്തി ടീച്ചറാണ് നമ്മുടെ റാണിയൊക്കെയുടെ മുഖം മൂടി ഇങ്ങനെ വലിച്ചീറി രംഗത്തേക്ക് കൊണ്ടുവന്നത്. ദീപ്തി ടീച്ചർ അതുപോലെ തന്നെ വി ആർ ഇൻ ലവില് അവരും കൂടെയാണ് നമ്മുടെ റാണിയൊക്കെയുടെ ഫുൾ ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് റാണിയൊക്കെ അങ്ങനെ വൈറലായത്. അപ്പൊ എന്തായാലും റാണിയൊക്കെ പോലീസുകാരുടെ കയ്യിൽ നിന്നും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും അവര് നല്ല രീതിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി പോലീസിന്റെ ആ ഒരു നടപടി ഇതായിരിക്കില്ല. അപ്പോ നമുക്ക് എന്താ പറയാ, ഇപ്പോ ഉള്ള ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെയും ബോഡി ഷേമിങ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് നമുക്ക് ആർക്കും ഇല്ല. ഈ പറയുന്ന എനിക്കും ഇല്ല, അല്ല എന്നെ ആർക്കെങ്കിലും ചെയ്യാൻ, അല്ലെ മറ്റുള്ളവരെ ആരെയും ബോഡി ഷേമിങ് ചെയ്യാനൊന്നും നമുക്ക് ആർക്കും ഒരു അധികാരവും ഇല്ല. അതൊക്കെ വലിയ ഒഫൻസ് ആണ്. അതായത് അങ്ങനെയുള്ള അതൊക്കെ വലിയ കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. അപ്പോ നമ്മുടെ ഈ പറയുന്ന വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ചാനലിലെ അപ്പൂസിനെ ആയിക്കോട്ടെ അല്ലെ കുഞ്ഞൂസിനെ ആയിക്കോട്ടെ, ചില ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാനും ഇപ്പൊ കുഞ്ഞൂസിനെയും അതുപോലെ തന്നെ അപ്പൂസിനെയും അവരുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. അത് അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആണ്.
അത് അവർ തന്നെ അതിൻ്റെതായ രീതിക്ക് നിയമപരമായിട്ട് അവർ അതിന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിലിപ്പോ നമുക്ക് പോയിട്ട് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയേണ്ട കാര്യമില്ല. അവർ ഫാമിലി ആയിട്ടുള്ള പ്രശ്നം അത് അവർ പറഞ്ഞ് തീർക്കും. പിന്നെ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴത്തേക്കും അത് നെഗറ്റീവ് കമന്റും പോസിറ്റീവ് കമന്റും ഉണ്ടാവും. അത് സർവ്വസാധാരണമാണ്. പക്ഷെ അവരുടെ ആ ഒരു കുടുംബ പ്രശ്നം എടുത്തു വെച്ച് അവരെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. അതിന്റെ എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് ഈ ബോഡി ഷേമിങ്. അതായത് കുറച്ച് വണ്ണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ബോഡി ഷേമിങ് ചെയ്യുക. ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ തനൂജ എന്ന് പറയുന്ന യൂട്യൂബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പറയുന്ന തനൂജയ്ക്ക് നല്ല രീതിയിൽ വണ്ണമൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതമാണല്ലോ. അത് അവര് വരുത്തി വെക്കുന്നതല്ല, അല്ലെങ്കിൽ അവർ തിന്നിട്ട് മാത്രം ഉണ്ടാകുന്ന വണ്ണമല്ല. അപ്പൊ അത് നമുക്കിപ്പോ അങ്ങനെ വണ്ണമായി പോയി എന്ന് വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ. അപ്പൊ അവര് കുറെ ആൾക്കാർ ഇതുപോലെ ബോഡി ഷെയിം ചെയ്യാറുണ്ടാണ്. അപ്പൊ അതൊക്കെ വലിയ തെറ്റുകളാണ്. അതിന്റെ ഡീറ്റെയിൽസ്, അതായത് ആ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ ബോഡി ഷെയിം ചെയ്യുന്നത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. അതിനൊക്കെ എന്താ പറയാ, നിയമപരമായിട്ട് അതിനൊക്കെ കേസെടുക്കാവുന്നതാണ്. ഈ പറയുന്ന കുഞ്ഞൂസ് ആയിക്കോട്ടെ, അപ്പൂസ് ആയിക്കോട്ടെ, അവർക്ക് ഒരുപാട് ആ കുഞ്ഞൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാവുന്ന, അതായത് സുകന്യ ബിആർ ലവില് ആ കുട്ടി ഒട്ടും വണ്ണയില്ലാത്തതാണ്. അപ്പൊ അതിനെയൊക്കെ എത്രത്തോളാണെന്നറിയാം ആൾക്കാർ ബോഡി ഷെയിമിങ് ചെയ്യുന്നത്. അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന എനിക്ക് പോലും, ഞാൻ ഇതിനു മുന്നേ നമുക്കറിയാവുന്ന നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു താരമുണ്ട്. അവരുടെ പേരെന്ന് പറയുന്നത് നിഷാന എന്നാണ്. അവരെ കുറിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇതുപോലെ ബോഡി ഷെയിമിങ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അന്നൊന്നും ഇതിനെക്കുറിച്ച് വലിയതായിട്ട് അറിവില്ലായിരുന്നു. അങ്ങനെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളൊരു അറിവ് സത്യസന്ധമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ആവേശത്തില് അങ്ങനെ അവരെ കുറിച്ച് വന്നിരുന്ന് അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അവർ ചെയ്ത തെറ്റ് കറക്റ്റ് നമ്മൾ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെമ്പർഷിപ്പ് ലൈവിലൂടെ അവർ ചെയ്യുന്ന അത്ര നല്ല പ്രവൃത്തിയല്ല. അപ്പൊ അവരുടെ ആ ഒരു പ്രവൃത്തിയെ കുറിച്ച് ഞാൻ അവരെ ഇച്ചിരി ബോഡി ഷേമിങ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരതിനെതിരായിട്ട് അവര് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ഒക്കെ തന്നു. കാരണം അവരുടെ ഫോട്ടോയൊക്കെ വെച്ചതിന് അവർ സ്ട്രൈക്ക് തന്നു. അത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. സോഷ്യൽ മീഡിയ അത്യാവശ്യം മിക്ക യൂട്യൂബേഴ്സും ആ ഒരു വീഡിയോ, എന്റെ ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു നമ്മൾ മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്യുന്നത് അത് വലിയ കുറ്റമാണ്, അല്ലെ നിയമപരമായിട്ട് അതിലൊക്കെ കേസ് കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നിഷാന ഇവിടെ തിരക്കി നമ്മുടെ വീടിന്റെ അടുത്ത് വന്നു, എന്റെ അഡ്രസ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, കാരണം പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവരുടെ വക്കീൽ വിളിച്ചു. അവരുടെ വക്കീൽ വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ അവർക്കെതിരായിട്ട് ചെയ്ത ആ ഒരു ബോഡി ഷേമിങ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. അതിൽ പിന്നെ നമ്മളാരും ഞാൻ എന്റെ ചാനലിൽ വന്നിട്ട് ആരെയും ബോഡി ഷേമിങ് ചെയ്യാറില്ല. കാരണം എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം അത് നിയമപരമായിട്ടൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാവുന്ന. പക്ഷെ ഇപ്പൊ പല ആൾക്കാരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാരെ വന്നിരുന്നിട്ട് ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ പറയുന്ന റാണിയൊക്കെയും ആ ഒരു രീതിയിൽ തന്നെ ഇപ്പൊ മെയിൻ ആയിട്ട് ഈ VRL ലവ് എന്ന് പറയുന്ന അവരുടെ ചാനലിൽ താഴെ പോയിട്ട് വൃത്തികേട് മാത്രം സ്ഥിരം ടാർഗറ്റ് ചെയ്ത് അവരെ കമന്റ് ഇടുമ്പോഴത്തേക്കും അതൊരു തെറ്റ് തന്നെയാണ്. പിന്നെ ദീപ്തി ടീച്ചർ, നമ്മുടെ ആ ഒരു ദീപ്തി ടീച്ചറിന്റെ വീഡിയോയ്ക്കും സ്ഥിരം പോയിരുന്നിട്ട് വൃത്തികെട്ട കമന്റ് ഇടുന്നതായിരുന്നു ഈ റാണിയൊക്കെയുടെ മെയിൻ പരിപാടി. എന്തായാലും റാണിയൊക്കെയുള്ള ചെറിയൊരു ഡോസ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ നല്ല രീതിയിലൊക്കെ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്നേരം അവർ പറയുകയാണ്, നമ്മുടെ VRL ലവിലെ കുഞ്ഞൂസിനോട് അപ്പൂസിനോട് അവർ പറയുവാണ്, ശരിക്കും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു തന്നു. എന്തായാലും ഇതോടുകൂടി അവർ നന്നായാൽ മതിയാണ്. കാരണം നന്നായാൽ അവർക്ക് കൊള്ളാം. വേറൊന്നും കൊണ്ടല്ല, അവർക്കൊരു കുഞ്ഞുണ്ട്, ഒരു മോള് മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ അവർ ആ കുഞ്ഞിനെ കൊടുത്തിട്ടെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങാതിരുന്നാൽ നല്ലതായിരിക്കും. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം ആരെയും ബോഡി ഷേമിങ് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് കമന്റുകൾ ഇടാം. യൂട്യൂബിലെ വീഡിയോസിനൊക്കെ നമുക്ക് കമന്റുകൾ ഇടാം. നമ്മുടെ അഭിപ്രായം നമുക്ക് കമന്റ് ആയിട്ട്, അപ്പൊ നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലെ പോസിറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് കമന്റുകൾ ഇടാം. പക്ഷെ അല്ലാതെ നമുക്ക് ആരെയും ബോഡി ഷേമിങ് ചെയ്യാൻ അല്ലെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടാനുള്ള റൈറ്റ്സ് ഒന്നും നമുക്കില്ല. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വലിയ തെറ്റുകൾ തന്നെയാണ്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് കമന്റ് ഇടുക. പ്രത്യേകിച്ച് റാണിയൊക്കെ അതൊക്കെ മനസ്സിലാക്കി കണ്ടു അറിഞ്ഞും ഒക്കെ കമന്റ് ഇടാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോവുക. എനിക്ക് അത്ര എന്തായാലും പറയാനുള്ളൂ.